അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഞാനിപ്പോൾ പറയാൻ വന്നതൊരു കാര്യമാണ്. കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് ഇപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചൊരു വിഷയം വീണ് കിട്ടിയത്. അതെന്താ സംഭവം? അത് മുഖ്യമന്ത്രി വിജയ് പറഞ്ഞിരിക്കുന്നു, മുല്ലപ്പെരിയാറിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ടെന്ന്. ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാനൊരു സാധാരണക്കാരിയായ ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പം 50 മോഡൽ, 60 മോഡൽ, 70 മോഡൽ, 80 മോഡൽ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഞങ്ങളൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ട് കൂടി ഇതിലേക്ക് ഒരു ഗൗരവം, അല്ല പലരും പറഞ്ഞു കേട്ടൊക്കെയുള്ള അറിവൊക്കെ നമുക്കുണ്ടല്ലോ. നമ്മുടെ ഒരു മനസ്സിന് ശുദ്ധിയുള്ള ഒരു രാജാവ് അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ശുദ്ധ മനസ്ഥിതി കൊണ്ട് പിന്നെ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാടിന് വെള്ളം കിട്ടുന്നില്ല, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ കരാറിൽ ഒപ്പുവെച്ചെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അതെനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ. അറിയാത്തത് പറഞ്ഞ് വെറുതെ ഏറിൽ കയറണ്ടല്ലോ. എന്നാലും അന്ന് അദ്ദേഹം എഴുതിയപ്പം ആ താളിയോലയിൽ എഴുതിയെന്ന് പറയുന്നത് എൻ്റെ രക്തം കൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അങ്ങനൊരു വാക്ക് പറഞ്ഞു എന്ന് എൻ്റെ ഒരു കേട്ടറിവാണ്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ അതവിടെ നിൽക്കട്ടെ. കാലാകാലങ്ങളായിട്ട് നമുക്ക് എന്താ പറയുക, ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഭരിച്ചില്ലല്ലോ. കേരളത്തിൽ പ്രത്യേകിച്ചും ഭരിച്ചില്ല, വേറെങ്ങും ഭരിച്ചില്ല. 2014 തൊട്ടാണല്ലോ ശക്തമായി BJP ഭരണം വരുന്നതും പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ മോദിജി വരുന്നതും ഒക്കെ. സംഖ്യയെന്നോ ചാണകമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്, നമ്മളതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ വിജയ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, മുഖ്യമന്ത്രി വിജയ്, പുള്ളി സിനിമ സ്റ്റൈലിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിൽ ചെയ്ത കഥാപാത്രങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനേ പറ്റൂ. അത് റിയൽ ലൈഫിൽ വന്നപ്പം അങ്ങനൊരു സ്ഥാനം കിട്ടിയപ്പം ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്നു, ചെയ്യുന്നു. നടക്കട്ടെ, നല്ല കാര്യം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച ഒരാളെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ, കേൾക്കുന്നെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ മുല്ലപ്പെരിയാർ, നമുക്കിവിടെ പിന്നെ മഴയുടെ പ്രശ്നങ്ങളും പ്രളയവും ദുരന്തവും, വയനാട്ടിൽ ഉരുൾപൊട്ടൽ, ചൂരൽ മലയിലെ ഉരുൾപൊട്ടൽ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എല്ലാ രാജ്യക്കാരും കാണുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഒരാൾക്ക് പോലും ഒഴുകി വരുന്ന വെള്ളത്തെ തടയാൻ പറ്റില്ല. അതാണ് സത്യം. അതിനിപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി സംഭവിച്ചാൽ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് വിചാരിച്ചാൽ നടക്കില്ല, പിന്നല്ലേ വിജയ് വിചാരിച്ചാൽ. വെള്ളം തന്നു എന്നുള്ള ഒരു കുറ്റം കൊണ്ട് കേരളത്തിലെ 5 ജില്ല ഇല്ലാതാകുമെന്നാണ് ഇതിനെപ്പറ്റി വിദഗ്ധർ പറയുന്നത്, അറിവുള്ളവർ പറയുന്നത്. കേൾക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. കാര്യം വെള്ളത്തിൻ്റെ ആ ഒഴുക്ക്, പണ്ട് ചൈനയിൽ നടന്ന അണക്കെട്ട് ചൈനയിലെങ്ങാണ്ടൊരു ഇതുപോലൊരു അണക്കെട്ട് പൊട്ടിയിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം കേരളത്തിലെ മനുഷ്യരെ കൊന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വത്തിനും ജീവനും ഒരു ഗ്യാരൻറ്റിയും കൊടുക്കാതെ നിങ്ങളുടെ ജനങ്ങളെ മാത്രം സംരക്ഷിക്കണമെന്ന് അത് ഏത് മുഖ്യമന്ത്രി വിചാരിച്ചാലും, അല്ലെങ്കിൽ ഏത് മനുഷ്യസ്നേഹി വിചാരിച്ചാലും തെറ്റാണ്. എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതോടൊപ്പം, എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം അടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ സംരക്ഷിക്കുക. അതാണൊരു നല്ല നേതാവ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു സിനിമ വരെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടല്ലേ? നിങ്ങളുടെ ആണോ, തമിഴ് സിനിമയാണോ, എനിക്ക് ഓർമ്മയില്ല, ഓർമ്മ അങ്ങോട്ട് ശരിയായിട്ട് കിട്ടുന്നില്ല. ബാഹുബലി തമിഴ് സിനിമയാണല്ലേ? ബാഹുബലിയെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്ന പറഞ്ഞപ്പോൾ മഹാറാണി എന്താ പറഞ്ഞേ? ബാഹു ചെയ്തത് യുദ്ധം ചെയ്തതിനോടൊപ്പം സ്വന്തം ജനങ്ങളെയും സംരക്ഷിച്ചു എന്നാണ്. അതുകൊണ്ടാണ് നേതാവായതെന്ന്. നിങ്ങൾക്ക് വെള്ളം കിട്ടണം, വെള്ളം കിട്ടണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. വെള്ളം വേണം, ആവശ്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് 5 ജില്ലയ്ക്ക് അല്ലെ 6 ജില്ലയ്ക്ക് കേരളം 2ആയി പിളർന്നു പോകത്തക്ക രീതിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തത്തിന് എത്രയോ കാലങ്ങളായിട്ട് എത്രയോ മനുഷ്യസ്നേഹികൾ കഷ്ടപ്പെടുന്നുണ്ട്.
ഇപ്പോൾ വിജയ് സർക്കാരിൻ്റെ കാലത്ത് തീർച്ചയായിട്ടും മലയാളികൾ പ്രതീക്ഷിച്ചു അതിന് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണുമെന്ന്. പക്ഷേ ഇങ്ങനൊരു തീരുമാനം കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാനിപ്പം സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഇന്ന് എനിക്കെന്ത് സംഭവിച്ചാലും ഈ നിമിഷത്തിൽ സംഭവിച്ചാലും എനിക്കൊരു ദുഃഖവുമില്ല. കാരണം ഞാനൊരു 6 തലമുറ പിന്നിട്ട ഒരാളാണ്. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ നാട്ടിൽ എത്രയോ കഷ്ടപ്പെട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടി ഓരോ മനുഷ്യരും കണ്ടെത്തിയ സമ്പത്തും അവരുടെ ജീവിതവും കുഞ്ഞുമക്കളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഞങ്ങൾക്ക് കേരളത്തിൽ കാനായി കുഞ്ഞിരാമൻ സാർ എന്ന് പറയുന്ന മാഷെന്നാണ് നമ്മൾ വിളിക്കുന്ന കാനായി കുഞ്ഞിരാമൻ മാഷിന് എൻ്റെ പ്രതിമയെപ്പറ്റി ഭയങ്കര അഭിപ്രായമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ പോലെ ആയിപ്പോകും ഈ മനുഷ്യജന്മങ്ങളെല്ലാം. ഒന്നെടുത്ത് വൃത്തിയാക്കി ഒന്നടക്കം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ചെളി കൊണ്ട് മൂടും. അതുകൊണ്ട് ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചാൽ നല്ലതായിരിക്കും. ഞങ്ങൾ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ രാജാവ് എൻ്റെ അടുത്ത സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വെള്ളം കിട്ടണം, അതിനൊരു പരിഹാരം കാണണമെന്ന് വിചാരിച്ചൊരു ഡാം കെട്ടാൻ അനുവാദം കൊടുത്തു. അത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണെന്നാണ് കേൾവി, അറിയില്ല. എന്തായാലും സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് ഹൃദയത്തിൽ തോന്നുന്ന കാര്യം ഞാനും പറയുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും നല്ലത് വരട്ടെ, നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.